കണ്ടല്ലോ, കാലം കുറെ ഈ പതിവ് തുടങ്ങിയിട്ട്. രൂപ 300 ഓരോ മാസം ഈ നടയിൽ എറിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ആ കാശ് പുറത്തു കൊടുത്ത പലിശ എത്ര കിട്ടുമെന്ന് അറിയാം എനിക്ക്. ജീവിക്കാൻ നിവൃത്തില്ലാതെ തെണ്ടി നടന്നപ്പം ഒരു വഴി പറഞ്ഞെന്ന് ഇവിടുന്നാണല്ലോ. എന്നിട്ടിപ്പോ കയറി തിരിഞ്ഞാൽ എങ്ങനെയാ? പണം കൊടുത്ത് പലിശ വാങ്ങുന്നത് തെറ്റാണോ? എന്നാ പറഞ്ഞാൽ മതി, ഇന്ന് നിർത്താം. അല്ലാതെ 1-ാം തീയതി എടുക്കുമ്പം പണം തരാനുള്ളവർ ഒളിപ്പിച്ചേക്കുന്ന പണിയുണ്ടല്ലോ, അത് വേണ്ട. അല്ല, ഞാനീ പറഞ്ഞത് തെറ്റാണോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആറുമുഖം, വണ്ടി എടു, വാ. ഇപ്പൊ പോയ സുധാകരനെ കിട്ടും, അങ്ങോട്ട് കിട്ടോ, അല്ലെങ്കിൽ അവൻ മുങ്ങും. ₹340. പിള്ളച്ചേട്ടനോ? എന്താ പിള്ളച്ചേട്ടാ ഇത്? നിനക്കിത് മുതല്, എനിക്കിത് പലിശ. മുതല് പോയാലും പലിശയെങ്കിലും കിട്ടണ്ട സുധാകര. അതിന് 1-ാം തീയതി ആയില്ലല്ലോ പിള്ളച്ചേട്ടാ. 1-ാം തീയതി ഒരാഴ്ചക്ക് എന്റെ പൊടി പോലും ഇവിടെ കാണില്ലല്ലോ. പിന്നെ ഈ കൊരകനല്ലേ ഇവിടുത്തെ മുതലാളി. നീ തരാനുള്ള കാശ് അവനോട് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. പട്ടാപ്പകൽ മുതലാളി ഇല്ലാത്ത നേരത്ത് കടക്കുള്ളിൽ അതിക്രമിച്ച് കയറി തൊഴിലാളിയെ മർദ്ദിച്ചവശനാക്കി പണം തട്ടിയെടുക്കൽ. ഏതാ വകുപ്പ്? 392. നിന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് നിനക്കൊന്ന് പച്ച പിടിക്കാൻ കൈയയച്ച് സഹായിച്ച ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് നിനക്ക് തന്നെ കാണേണ്ടി വരില്ലേ സുധാകര? ആറുമുഖം. എന്നാ തലവരെ? അടുത്തതാരാ? കോൺട്രാക്ടർ അർജുനൻ നായർ. തെമ്മാടിത്തരം കാണിക്കുന്നത്. അവിടെ പണിസ്ഥലത്ത് നിൽക്കാൻ നീ ഇതെവിടെ തെണ്ടി നടക്കുന്നത്? 2 ദിവസത്തിനോ പണി തീർത്തു കൊടുത്തില്ലെങ്കിൽ സർക്കാരിനോട് ഉത്തരം പറയേണ്ടത് ഞാനാ. അവിടെ എന്തോ നിർത്തിട്ട് പണിയും? സിമന്റ് ഇല്ല, കമ്പിയില്ല, ചല്ലിയില്ല, മണലില്ല. നിനക്ക് അതും പറഞ്ഞ് തടി തപ്പാവല്ലോ. ഇവിടുത്തെ എഞ്ചിനീയറുടെ കൈയും കാലും പിടിച്ച 1 ചാക്ക് സിമന്റ് ഒപ്പിച്ചെടുത്തത്, അതും വൈകുന്നേരം തിരിച്ചു കൊടുക്കാന്നുള്ള കരാറ്. ഇനി സിമന്റ് ഇല്ലാന്ന് മാത്രം പറയരുത്. ചെല്ലു ചെല്ലു ചെല്ലു, വയറ് പോലെ നിന്നോണം. ഓ, പണിയൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. ബില്ല് മാറുന്ന എന്തായി? ഇനി ഒരിക്കൽ കൂടി പോയി നോക്കണം. കടം വാങ്ങാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ പിടിക്ക്. എന്താ ഇത്? നാളെ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും ഇതിനകത്തുണ്ട്. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി ഈ പണിക്ക് ഞാനില്ല. ബാല, കണ്ടവന്റെ തല്ലുള്ളാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. 2 ആഴ്ച ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്റെ ഒറ്റ വാക്കിന്റെ ബലത്തിൽ അമാര് നിൽക്കുന്നത്. ഇന്നെങ്കിലും ശമ്പളം കൊടുത്തില്ലെങ്കിൽ അമാരുടെ കൊങ്ങ കയറി പിടിക്കും. പിന്നെ സിമന്റ് ഇറക്കാന്റെ വേറെ. ഇതാണ് നിന്റെ ഒരു കുഴപ്പം. അത്താനത്ത് ഒരു തമാശ പറയും. ഇത് തമാശയല്ല. ഒക്കെ എനിക്കറിയാം. നീ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, എന്റെ കൊക്കിന് ജീവനുള്ളോളം കാലം ഞാൻ മറക്കില്ലടാ. വല്ലാണ്ട് അങ്ങ് സൂചിപ്പിക്കണ്ട. അധികാലം ഈ കൊക്കിന് ജീവൻ ഉണ്ടാവുന്നു തോന്നുന്നില്ലടാ. നിന്റെ പണടിയന്തരം ഉടനെ ഉണ്ടെന്ന്. ഇവനെന്തിനാ ഓടിയത്? ഇവനെന്തോ എങ്കടാവൻ പോനെ? ആര്? മുതലാളി അർജുനെ. അയ്യോ, അർജുനെ എന്ന് കണ്ടയില്ല. അമ്മ സത്യം. അവൻ തന്നെ ഇപ്പൊ പോനെ? അതോ, അത് അർജുനല്ല, ദുര്യോധനൻ, നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ. കഴിവരുടെ മോനെ കള്ളം പറയുന്നത്. രണ്ടും കൂടി ചേർന്ന് കുരങ്ങ് കളിപ്പിച്ചാലുണ്ടല്ലോ, കയ്യും കാലും വെട്ടിയരിഞ്ഞ് വാഴക്ക് വളവിടും ഞാൻ. പറയടാ, അവനെവിടെ? വീട്ടിലേക്കാ പോയത്. ആറുമുഖം, വണ്ടി എടു. സാർ, സാർ, ഞാനാണ് സാർ, കോൺട്രാക്ടർ അർജുനൻ നായർ. അതിന് ഞാനെന്ത് വേണം? സാർ, എന്റെ ബില്ല്. എന്റെ ബില്ല് എന്നും കാലത്തെ വന്നിങ്ങനെ നാമം ജീവിച്ചിട്ട് കാര്യമില്ലടോ കോൺട്രാക്ടറെ. ആദ്യം ഏറ്റെടുത്ത പണി പോയി തീർത്തിട്ട് വാ. തീർന്നു സാർ, 2 കലിങ്ങിന്റെ പണിയും തീർന്നു. 3-ാമത്തെ കലിങ്ങിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമിക്കട്ടെ, പിന്നെന്താ പ്രശ്നം? സാർ, ദയവായി ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിക്കരുത്. കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് സാർ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഇനി മൂക്കുകൊണ്ട് ക്ഷാ വരച്ചാൽ പോലും ചില്ലി കാശ് കിട്ടില്ല. പണി തീർന്ന 1 കലിങ്ങിന്റെ ബില്ലെങ്കിലും പാസാക്കി തന്നാൽ എനിക്കൊന്ന് നിവർന്നു നിൽക്കായിരുന്നു. എടോ കുട്ടി കോൺട്രാക്ടറെ, പണം കയ്യിലുള്ളവർക്ക് ഇരട്ടിപ്പിക്കാനുള്ളതാ കോൺട്രാക്ട് പണി, അല്ലാതെ കടം വാങ്ങി കുടുംബം വിറ്റും ചെയ്യാനുള്ളതല്ല. ഏറ്റെടുത്ത 3 കലിങ്ങിന്റെ പണിയും തീർക്കാതെ തന്റെ ബില്ല് പാസ്സാക്കേയില്ല. അങ്ങനെയാണല്ലോ കരാറ്. കോൺട്രാക്ടർ ചെല്ല്. സാർ സാർ, അങ്ങനെ പറയരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് ചെയ്യുന്ന? ഇപ്പൊ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്നാ പിന്നെ വാ. അല്ല സാറേ, എന്നാ പിന്നെ വരാ അല്ലേ? അതാ നല്ലത്, ചെല്ല്. ആ, കിട്ടിയോ? ഒരു 10,000 മതി. അത്രയെങ്കിലും ആയല്ലോ. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. അതിലിനി പിടിച്ചേക്കണ്ട, നടക്ക്. കാര്യം? വെറുതെ പണം തരാൻ സേട്ടന്റെ അമ്മായിയപ്പനൊന്നുമല്ല. പകരം ഞാൻ ഈ സ്കൂട്ടർ കൊടുത്തു. ബാല, തെണ്ടിത്തരം കാണിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. എന്റെ ജീവനായി ഇവൻ. വേണ്ടെങ്കിൽ പറ, ഇതിപ്പോ തന്നെ തിരിച്ചു കൊടുക്കാം. വിട്.
ഞാൻ ഇവിടെ ഈ ഞാനുമ്മക്കളിയൊക്കെ നടത്തി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്ന് അമ്മയ്ക്കറിയില്ല. ഞാൻ അച്ഛനേക്കാൾ വലിയ കോൺട്രാക്ട് ആണെന്ന അമ്മയുടെ വിചാരം. അച്ഛന്റെ മരണശേഷം സമ്പാദ്യത്തിലെ നല്ലൊരു പങ്കും അമ്മയോട് എണ്ണി വാങ്ങിച്ച ഞാൻ ഈ പണി തുടങ്ങിയത്. ഇപ്പൊ ആകെ മിച്ചമുള്ള ഈ സ്കൂട്ടറൂടെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ അതൊക്കെ ആത്മഹത്യ എഴുതുമ്പോൾ എല്ലാം വിശദമായിട്ട് എഴുതാം. ബിസിനസ്സിൽ സെന്റിമെന്റ്സ് ഇല്ല. വാ നടക്ക്. എന്നാലും ഇത് വേണ്ടായിരുന്നു. വേണ്ടാത്തോണ്ടല്ലേ കൊടുത്തത്. സമയങ്ങളെ വാ. ഒരു സ്കൂട്ടർ പോയപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ലേ? സ്കൂട്ടർ പോലെയാന്നോടെ നീ. അതൊക്കെ പ്രയോജനമുള്ള സാധനങ്ങളല്ലേ. ദ്രോഹി. സത്യം പറയുമ്പോ നീ ചൂടാവുന്ന എന്തിന്? ஏய், பணம் கொடுக்க மட்டுமல்ல அது திரும்பி வாங்குறதுக்கும் தெரியுமாடா என் தலைவருக்கு. எங்கடா பணம்? എന്റെ പണമൊന്നുമില്ല. ആറുമുഖം എത്രയുണ്ട് തന്നെ നോക്ക്. എടാ അർജുന, വെറുതെ ഇവന്മാരോട് കളിച്ച് എന്റെ അസ്ഥി ഇളക്കണ്ട. എന്റെ സമ്പാദ്യത്തിന് പകുതിയിലധികം തിന്നു നിൽക്കുന്ന ഇവന്മാരാ. അതിന്റെ ഊറ്റം കാണിക്കാതിരിക്കോ? നോക്ക്, നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിനക്ക് പണം എണ്ണി തരുന്നത് ഫ്രീ ആയിട്ടല്ല, കടമാണ്, കടം. അത് പലിശ സഹിതം തിരിച്ചു തരേണ്ടത് നിന്റെ കടമ. നീ അത് തന്നിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങേണ്ടത് ഇവന്മാരെ കടമ. ആറുമുഖം എത്ര ഉണ്ടായത്? 10,000 தலைவரே. അത് പോരല്ലോ, ഇനി വേണ്ട 7,000 റുപ്യ. പിള്ളച്ചേട്ടാ ചതിക്കരുത്. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശാ വളരെ കഷ്ടപ്പെട്ട ഒപ്പിച്ചെടുത്തത്. എങ്ങനെയെങ്കിലും പണിയൊന്ന് തീർത്തെടുത്താലേ ബില്ല് മാറത്തുള്ളൂ. കിട്ടിയാൽ ഇരട്ടി പലിശയായിട്ട് തിരിച്ചു തരാം. എന്റെ ജീവിത പ്രശ്നമാണ്. എന്റെ ജീവിത പ്രശ്നമാടാ. ഇതും കൂടെ പോയാ പിന്നെ ആത്മഹത്യ മാത്രമേ നിവൃത്തിയുള്ളൂ. തുടങ്ങി. നിനക്ക് ആത്മഹത്യയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. പിള്ളച്ചേട്ടാ, ഇന്നലെ രാത്രി ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആ, എന്റെ മരണത്തിന് ഉത്തരവാദി ഭാർഗവൻപിള്ള ചേട്ടനാണെന്നും കടം കൊണ്ട് പൊറുതിമുട്ടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും ബാലനും ഭാർഗവൻപിള്ള ചേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു എഴുതിയൊരു കത്തും പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ആത്മഹത്യ പ്രേരണ കുറ്റം നമ്മൾ രണ്ടും ആത്തായില്ലേ? എന്റെ പണം നഷ്ടപ്പെടുത്തി എന്നെ അകത്താക്കാൻ എന്റെ പരിപാടി അല്ലേ? പിന്നെ ഞാൻ എന്തു വേണം? പിള്ളച്ചേട്ടൻ പറ. ആരെയും അകത്താക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. പിള്ളച്ചേട്ടൻ അറിയോ, വെറും 30,000 രൂപയില ഇന്നെന്റെ ജീവിതം തൂങ്ങുന്നത്. 30ഓ 50ഓ ആയിക്കോട്ടെ, പിള്ളച്ചേട്ടനോട് ചോദിച്ചാ പോരെ. ഇത്രയും നാൾ നിന്നെ ആരാ സഹായിച്ചത്? അതിന് ആത്മഹത്യയാണോ പോം വഴി? അതെ, ഈ പറഞ്ഞാണ് നേര്. പണം കൊടുക്കില്ല എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പലിശ കിട്ടണം. അല്ലാതെ കുരുഷ്ടി പാരമണിയല്ല. കാശ് എത്ര വേണം? ചോദിക്കൂ. 30. ഏ? ഇപ്പൊ 30. 30ഓ? അറുമുഖം 10 എടുക്കും. ശൽവം 20 എടുക്കും. ഇതാ 30 റുപ്യ ഉണ്ട്. ഇത് പലിശ സഹിതം 1-ാം തീയതി എന്നെ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ ഭാർഗവൻപിള്ളയുടെ ഇതുവരെ കാണാത്ത മുഖം നീ കാണേണ്ടി വരും. കേട്ടല്ലോ? ആറുമുഖം വണ്ടി എടു. എങ്ങനെയുണ്ട്? താങ്ക്സ്. No, it's the dimensions of the place. Yes.